ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഇതിഹാസങ്ങളിൽ യഥാർത്ഥത്തിൽ ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് സാക്ഷി എഴുതുന്നതാണ് ഇതിഹാസം. അപ്പൊ അതിൽ ഓരോ കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ ആ കഥാപാത്രങ്ങളുടെ അർത്ഥങ്ങൾ, ആ വാക്കുകളുടെ അർത്ഥങ്ങൾ, കഥാപാത്രങ്ങളുടെ പേരുകളുടെ അർത്ഥങ്ങളെല്ലാം തന്നെ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു ഇന്നർ മീനിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞതാണ്, ഇപ്പൊ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ദുഷിച്ച രീതിയിൽ ധനം ആഗ്രഹിക്കുന്നവനാണ്, ദുശാസനൻ എന്ന് വെച്ചാൽ ദുഷിച്ച ശാസനകൾ തരുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 101 ആളുകളും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരു കുരുക്ഷേത്രമായിട്ട് മാറുന്നു. പാണ്ഡവര് 5 സെൻസ് ഓർഗൻസ് ആണ്, അതിനകത്തിരിക്കുന്ന അന്ധക്കരണമാണ് കൃഷ്ണൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രാമായണത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു, കാരണം ഇതിൽ ഓരോ കഥാപാത്രത്തിനെയും വളരെ നല്ല രീതിയിൽ ഡെസിഫർ ചെയ്തിരിക്കുന്നത്, അത് വളരെ നല്ല രീതിയിൽ ആഴത്തിലുള്ള പഠനങ്ങൾ കൊണ്ട് മാത്രമേ അത് ശരിക്കും അങ്ങ് പറഞ്ഞതുപോലെ ഒരു വെളിപാടുണ്ടായതുപോലെ എഴുതപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ ഒരു പുസ്തകം രാമായണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ പേര് തൊട്ട് നമുക്ക് തുടങ്ങാം. രാമായണം എന്തുകൊണ്ടായിരിക്കും വാൽമീകി മഹർഷി അത് കൊടുക്കുന്നത്? അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ആളാണല്ലോ. അദ്ദേഹം തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഒരുപാട് കൊടും ക്രൂരതകൾ ചെയ്തിട്ട് ഒടുവിൽ അദ്ദേഹം മരാമരാ ശബ്ദം പറഞ്ഞ് അവസാനം രാമനിലേക്ക് വന്നു, വെളിച്ചമായിട്ട് മാറി. അപ്പൊ യഥാർത്ഥത്തില് അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹവും ആത്മരാമനാണ്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് അദ്ദേഹം ഈ പറയുന്ന രാമനെ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് താത്വികമായിട്ട് പറയാം, തീർച്ചയായിട്ടും, അല്ലെ? അപ്പൊ രാമായണം എന്ന് പറയുന്ന ആ വാക്കിനെ അങ്ങ് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്? രാമം എന്ന പദം അല്ലെങ്കിൽ രാമ എന്ന പദം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പദവും രൂപപ്പെടുന്നത് ചില അക്ഷരങ്ങളിലൂടെയാണ്. ഈ അക്ഷരങ്ങളിൽ നിന്നാണ് പദം രൂപപ്പെടുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പദം നമുക്ക് തരുന്ന ആന്തരികമായിട്ടുള്ള അറിവ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം രാമ എന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ, രാ എന്നത് രമിപ്പിക്കുന്നതാണ്, മ എന്നത് മതിയാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതോ മടിപ്പിക്കുന്നതിന് കാരണമാകുന്നതോ മരണത്തിലേക്ക് നയിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. അപ്പൊ രാമ എന്ന പദത്തെ സൂചിപ്പിച്ച പോലെ രമിപ്പിക്കുന്നതും രമിപ്പിക്കുന്നതിന്റെ അവസാനത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഏതൊരു ജീവിതവും, ശരീരത്തിൽ ജന്മമെടുക്കുന്ന ആത്മാവിന്റെ ഏതൊരു ജീവിതവും ആസ്വദിക്കാനാവുന്നതിലൂടെയും അഥവാ രമിക്കാവുന്നതിലൂടെയും ആസ്വദിക്കുന്നതിന്റെ അവസാനത്തിലൂടെയും അതിനെ മതിയാക്കുന്നതിലൂടെയും കടന്നു പോകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ജീവിതത്തെക്കുറിച്ച് ആസ്വദിക്കാനാവുന്നതിലൂടെയും ആവാത്തതിലൂടെയുമുള്ള അയനത്തെ, യാത്രയെ എന്തിനു വാൽമീകി മഹർഷി വിശദീകരിക്കപ്പെടുന്നു, കഥാരൂപത്തിൽ അവതരിപ്പിച്ചു എന്നതാണ് അടുത്തൊരു ചോദ്യം. രാമായണം അവതരിപ്പിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് രാമായണത്തിന്റെ ആമുഖ ഭാഗത്ത് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം തമസാ നദിയിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ വനത്തിൽ ക്രൗഞ്ചമിതരങ്ങള് കുറുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുവെന്നും അപ്പോൾ ഒരു കാട്ടാളൻ അതിലെ ആൺപക്ഷിയെ അമ്പെയ്ത് കൊല്ലുന്നതായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഖേദം, ഈ പെൺപക്ഷി അലമുറയിട്ട് നിലവിളിക്കുന്ന കാഴ്ച ഇദ്ദേഹത്തെ ആന്തരികമായിട്ട് ഭാരപ്പെടുത്തുകയും അദ്ദേഹം തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതായിട്ടുള്ള കഥയിലൂടെയാണ് രാമായണം അവതരിപ്പിക്കപ്പെടുന്നതിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേവലം 2 പക്ഷികളിൽ ഒന്നിനെ വേട്ടയാടപ്പെടുമ്പോൾ ഈ രാമായണം എന്ന കഥ മനുഷ്യവംശത്തിന് പ്രദാനം ചെയ്യാൻ തക്കവിധം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്, ഒരു പക്ഷി അമ്പെയ്ത് വീഴുന്നതും
രാമന്റെ കഥ പറയുന്നത് തമ്മിൽ നേരിട്ടാണ് എന്താണ് ബന്ധമെന്ന് നമ്മൾ പുനരാലോചന ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആന്തരികമായിട്ടുള്ള പഠനം നടത്തുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് തമസ് എന്നത് ഇരുട്ടിനെയാണ്, ശൂന്യതയാണ് സൂചിപ്പിക്കുന്നതെന്ന്. ആന്തരികമായിട്ടുള്ള അർത്ഥത്തിൽ വിശദീകരിക്കുകയാണെങ്കിൽ വാത്മീകി മഹർഷി ധ്യാനത്തിലേക്ക്, നിശൂന്യതയിലേക്ക്, ഒരു ആത്മീയ അനുഭവമാണ് ഇരുട്ടെന്ന് പറയുന്നത്, അതിനെ നത്തിങ്നെസ് എന്ന് പറയും. ഈ ശൂന്യതയിലേക്ക്, ഒന്നുമില്ലായ്മയിലേക്ക് ആത്മീയ പരിശീലകൻ കടന്നു പോവുകയാണെങ്കിൽ, അതന്നല്ലേ ഇതിന്റെ കവിതയിലും പറയുന്നല്ലേ, അതായത് വെളിച്ചം ദുഃഖമാണുണ്ണി സുഖപ്രദം എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് അതിന് തെറ്റായ ഒരു അർത്ഥത്തിലാണ് ആളുകൾ പൊതുവെ എടുക്കുന്നത്. ഈ പറയുന്ന പോലെയുള്ള നിശൂന്യതമായുള്ള ഒന്നുമില്ലാത്ത ഒരു വോയിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം സൃഷ്ടിക്കപ്പെടുന്നത്, വെളിച്ചത്തിൽ നിന്നല്ലല്ലോ ഇരുട്ട് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഥയിലേക്ക് വരികയാണെങ്കിൽ ഈ ശൂന്യതയിൽ നിന്ന്, അല്ലെ പക്ഷപാതിത്വത്തിൻ്റെതായിട്ടുള്ള അറിവുകളുടെയും വിജ്ഞാനത്തിന്റെയും കാഴ്ചപ്പാടുകളുടേതുമായിട്ടുള്ള ഇരുട്ടിൽ നിന്ന് നമ്മൾ ശൂന്യതയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മളൊരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയും. പ്രപഞ്ചം പ്രകൃതിയുടെയും പുരുഷന്റെയും അഥവാ പദാർത്ഥത്തിന്റെയും ബോധത്തിന്റെയും ഇണചേരലാണ്. ഏതൊരു മനുഷ്യനും ആത്മബോധവും ഭൗതിക ശരീരവും കൂടി ചേർന്നതാണ്. ഈ യാഥാർത്ഥ്യത്തെ അദ്ദേഹം വനത്തിൽ അല്ലെ മരശിഖരത്തിൽ കാണുകയാണ്. ഈ പദാർത്ഥത്തിന്റെ അല്ലെ ഭൗതികതയുടെയും ആത്മീയതയുടെയും രണ്ട് പക്ഷികള്, രണ്ട് ബോധങ്ങള് ഇണചേരുന്നതിലൂടെയാണ് പദാർത്ഥം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു കാട്ടാള മനസ്സോടു കൂടിയവൻ, സംസ്കാരമില്ലാത്തവൻ, സംസ്കാരചിത്തനാകാത്തവൻ തൻ്റെ ജീവിതത്തിൽ ആത്മാവും ഭൗതികതയും തമ്മിലുള്ള ഇണചേരലാണെന്ന് കാണുമ്പോൾ അദ്ദേഹം ഈ ആത്മബോധത്തെ നശിപ്പിക്കുന്നു, ആത്മബോധത്തെ ഇല്ലാതാക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, കാട്ടാളൻ പക്ഷിയെ കൊല്ലുന്നത് അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനാണ്. സാധാരണ ഏതൊരു മനുഷ്യരും ആത്മബോധത്തെ മറന്ന് ജീവിക്കുന്നത് ഇറച്ചിയുടെ അല്ലെങ്കിൽ ജഡജീവിതത്തിന്റെ സുഖം കൂടുതൽ ആസ്വദിക്കാനാണ്. അപ്പോൾ വാത്മീകി മഹർഷിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആന്തരിക പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, ഏതൊരു മനുഷ്യനും ഭൗതിക സുഖം കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി തൻ്റെ ആത്മബോധത്തെ നശിപ്പിക്കുന്ന, അസംസ്കൃതമായിട്ടുള്ള മനസ്സിനെ സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മബോധത്തെ നശിപ്പിച്ചു കഴിയുമ്പോൾ പെൺപക്ഷി ഭൗതിക ജീവിതം നിലവിളിച്ചുകൊണ്ടിരിക്കും. അവൻ എന്ത് നേടിയാലും തൃപ്തി ലഭിക്കുകയില്ല. അവന്റെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യവും ദുഃഖവും ഭാരവും സംഘർഷവും ഉള്ളതായി തീരും. അപ്പോൾ ഈ പെൺപക്ഷിയുടെ അവസ്ഥയിലാണ് ഇതൊരു മനുഷ്യൻ ജീവിക്കുന്നത്. ഈ പെൺപക്ഷിയുടെ ഈ ജീവിതാവസ്ഥ വാത്മീകി ആന്തരികമായിട്ട് സ്പർശിക്കുന്നു. അതുകൊണ്ട് മനുഷ്യവംശം ആത്മബോധത്തെ നശിപ്പിച്ചിട്ട്, ആത്മബോധത്തെ അവഗണിച്ചിട്ട് ഭൗതിക ജീവിത ദുഃഖങ്ങളിൽ വ്യാപരിക്കുന്ന മനുഷ്യ മനസ്സിന് ഈ രാമന്റെ കഥ പറയുന്നതിലൂടെ, ആസ്വദിക്കാനാവുന്നതിലൂടെയും ആസ്വദിക്കാനാവാത്തതിലൂടെയുമുള്ള കഥ പറയുന്നതിലൂടെ അവരുടെ ജീവിതം എന്താണെന്നും എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്നും വിശദീകരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ആ അർത്ഥതലത്തിൽ നമ്മൾ രാമായണത്തെ കാണേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചോദിക്കേണ്ടതുണ്ട്, ഒരു പക്ഷിയെ ഒരു വേടൻ കൊന്നു, അതിന് രാമായണം എന്തിനാണ് എഴുതപ്പെടേണ്ടതെന്ന് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കഥാതലത്തിൽ, ഈ അർത്ഥതലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എഴുതിയ വാൽമീകി ഒരുപാട് മിഥുനങ്ങളെ കൊന്നിട്ടുണ്ട്. വളരെ ശരി. സാറ് പറയുന്ന പോലെ നോക്കുകയാണെങ്കിൽ കാട്ടാള ജീവിതം നയിച്ച വാത്മീകിയുടെ ആത്മകഥ തന്നെയാണ് ശരിക്കും രാമായണം. കാട്ടാളനായിരുന്ന മനുഷ്യൻ കാട്ടാളനായിരുന്ന കാലഘട്ടത്തെ തന്റെ ആത്മബോധത്തെ കൊന്നുകളഞ്ഞിട്ട് ഭൗതിക ജീവിത സുഖങ്ങളിൽ വ്യാപരിച്ചിരുന്ന വാത്മീകി മഹർഷി തന്റെ ജീവിതം എങ്ങനെയാണോ കടന്നുപോയതെന്ന് ഏതൊരു കഥാകാരന് തന്റെ ആത്മകഥാംശം ചേർത്താണ് നോവലുകൾ എഴുതുന്നത് എന്നതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടർച്ച അദ്ദേഹം രാമസങ്കല്പത്തിലൂടെയും രാമകഥയിലൂടെയും പുനരാവിഷ്കരിക്കുകയും അസംസ്കൃത മനസ്സ് സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും വഴി നടത്തുന്ന സഹായകരമായ രീതിയിൽ വിശദീകരിക്കുകയും ഏതൊരാൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലും പറഞ്ഞു പരത്താൻ പറ്റുന്ന രീതിയിലും ഒരു കഥാരൂപത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്തതായിട്ടാണ് നമ്മൾ രാമായണത്തെ ഈ ഒരു കാഴ്ചപ്പാടിൽ കാണേണ്ടി വരുന്നത്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഓരോ കഥാപാത്രത്തിനും ഇതുപോലുള്ള രീതിയിൽ നമുക്ക് ഡെസിഫർ ചെയ്ത് പറയാൻ പറ്റും എന്നാണ് അങ്ങ് പുസ്തകത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വായിച്ച് ഞാൻ പറഞ്ഞല്ലോ 1, 2, 10 വായന കൊണ്ട് പോലും നമ്മുടെ മനസ്സിൽ അത് ശരിക്കും അത് പതിയില്ല. കാരണം അത്രയും സങ്കീർണത അതിനകത്തുണ്ട്. ഓരോ കഥാപാത്രത്തിനെയും നമുക്ക് യഥാർത്ഥത്തിൽ ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സുമിത്രയ്ക്ക് സുമിത്ര എന്നുള്ള പേര് വന്നിരിക്കുന്നത്, സീതയ്ക്ക് സീത എന്നുള്ള പേര് വന്നിരിക്കുന്നത് എന്നങ്ങനെയുള്ള ഓരോ അർത്ഥവും അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ വാൽമീകി ബോധപൂർവമായി സൃഷ്ടിച്ച പേരുകളാണ് എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. നമ്മൾ ഇവിടെ കാണേണ്ടത്, ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരാൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന്റെ ഉദ്ദേശം എന്തെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ ഉദ്ദേശത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കേണ്ടതും. വാത്മീകി മഹർഷിക്ക് ഋഷിക്ക്
മനുഷ്യവംശത്തിന് എന്താണ് കൊടുക്കാനുള്ളത്? ഒരു കഥയല്ല കൊടുക്കാനുള്ളത്. അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ, അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, അവരുടെ ജീവിതത്തെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കാനുള്ള ഉദ്ബോധനങ്ങളാണ് നമ്മൾ LKG വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നഴ്സറി വിദ്യാർത്ഥികൾക്ക് മഹാപാഠങ്ങൾ എങ്ങനെയാണോ കഥാരൂപത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുന്ന മനുഷ്യർക്ക് ആത്മീയതയായിട്ടുള്ള മഹാരഹസ്യങ്ങള് എങ്ങനെയാണ് പകർന്നു കൊടുക്കാൻ സാധിക്കുക? ഏറ്റവും എളുപ്പം കഥകളാണ്. ഏതൊരു ആത്മീയ പാഠശാല ക്ലാസ്സുകളിൽ നമുക്ക് പോയാൽ അറിയാൻ സാധിക്കും. ഉദാഹരണങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുകയില്ല. ജീവിതാനുഭവങ്ങൾ വിശദീകരിച്ചില്ലെങ്കിൽ സാധാരണക്കാർക്ക് വിശ്വാസത്തിൽ എടുക്കുകയില്ല. ആന്തരികമായിട്ടുള്ള തത്വങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കേണ്ടതുണ്ട്. അത് ബുദ്ധന്റെ പാരമ്പര്യത്തിലാണേലും ക്രൈസ്റ്റിന്റെ പാരമ്പര്യത്തിലാണേലും ഭാരതീയ പാരമ്പര്യത്തിലാണേലും നമുക്ക് കാണാവുന്നതാണ്. മഹർഷി വാത്മീകി അതിൽ കൂടുതലോ കുറവോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ആന്തരികമായിട്ടുള്ള തത്വങ്ങളെ കഥാരൂപത്തില് മനുഷ്യന് ചിന്തിക്കാനാവാത്ത വിധം സൂക്ഷ്മവും കൃത്യവും നിശ്ചിതവുമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ആ വായനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോ രോമകൂപങ്ങൾ എഴുതി നിന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ചോദ്യം വെച്ചാൽ, ഇപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ആയിട്ട് നമ്മൾ വരുന്നത് ഇപ്പൊ ദശരഥനും ജനകനും വരുന്നുണ്ട്. അപ്പൊ ദശരഥൻ അങ്ങ് പറയുന്ന പോലെ 10 സ്ഥലങ്ങളിലേക്ക് രഥം ഓടിക്കാൻ കഴിയുന്നുള്ള ആളെന്നുള്ള സാധാരണമായ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദേവന്മാർ അവിടുത്തെ ദേവാസുര യുദ്ധങ്ങളിൽ ഇദ്ദേഹത്തിനെയും ക്ഷണിക്കാറുണ്ട് എന്ന് പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ അത്രയും വലിയ എന്താ പറയുക, ഒരു ഭൗതികമായിട്ടുള്ള കഴിവുകളിൽ വളരെയേറെ രമിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അതേസമയം മറുവശത്ത് വരുന്ന സീതയുടെ അച്ഛൻ എന്ന് പറയുന്നത്, ജനകൻ എന്ന് പറയുന്നത്, ആത്മീയമായിട്ട് ഒരുപാട് നോളജ് ഉള്ള അല്ലെങ്കിൽ അത്രയേറെ ജ്ഞാനിയായ ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹവും അഷ്ടാവക്രനും തമ്മിലുള്ള സംവാദങ്ങൾ അഷ്ടാവക്ര ഗീതയായിട്ട് നമ്മുടെ മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതും അങ്ങ് പറഞ്ഞതുപോലെയുള്ള ഈ ക്രൗഞ്ചമിഥുനങ്ങളായിട്ട് നമുക്ക് അവരെ സങ്കല്പിക്കാൻ പറ്റും. അതായത് ഒന്ന് ഒരു പുരുഷപക്ഷിയായിട്ടും മറ്റേതൊരു സ്ത്രീപക്ഷിയായിട്ട് വേണമെങ്കിൽ ഈ 2 കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം രാമന്റെ മാത്രം നിഴലിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ കഥാപാത്രം അതിൻ്റെതായ വ്യക്തിത്വങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ ജനകന്റേതായ അത്രയും ഉന്നത നിലവാരത്തിലുള്ള സംവാദങ്ങൾ യഥാർത്ഥത്തിൽ രാമായണത്തിന്റെ പുറത്തോട്ട് വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. അത് വേണമെങ്കിൽ ഈ പറയുന്ന ആത്മീയ അന്വേഷികൾ പിൽക്കാലങ്ങളിൽ വായിക്കുന്നതേ ഉള്ളൂ അഷ്ടാവക്ര ഗീത. രാമായണം വായിച്ചു പോകുമ്പോഴത്തേക്ക് ശരിക്കും അത് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇതും ഈ 2 തലങ്ങൾ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ആണോ നമ്മൾ കാണുന്നത്? ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് രാമായണം പ്രാഥമികമായിട്ട് മനസ്സിലാക്കപ്പെടേണ്ടത് ശരീരത്തിൽ ജന്മമെടുക്കുന്ന ഏതൊരു ആത്മാവിന്റെയും കടന്നു പോകല് യാത്രയെ പറ്റിയാണ് അത് വിശദീകരിച്ചു തരുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു പട്ടണത്തിലേക്ക് ഒരു ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വഴി അറിയില്ല എങ്കിൽ യാത്രയിലുടനീളം നമ്മൾ അന്വേഷിക്കുന്ന നമ്മൾ ശരിയായ വഴിയിലൂടെയാണോ പോകുന്നത്, നമ്മൾ നിശ്ചിതമായ സമയത്ത് അവിടെ എത്തിച്ചേരുമോ, ശരിക്കും നമ്മൾ അവിടെ എത്തിച്ചേരുമോ, വഴി തെറ്റിയതായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയമാകുമല്ലോ എന്നൊക്കെ ചിന്തയായിരിക്കും. അപ്പോൾ ഈ യാത്ര ആസ്വദിക്കാൻ പറ്റാതെ വരുന്നത് നമുക്ക് വഴി അറിയില്ല എന്നതാണ്. അതേ സമയത്ത് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ദിശാസൂചികൾ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇങ്ങോട്ടാണ് പോകുന്നത്, ഇത്ര കിലോമീറ്റർ എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി യാത്ര ആസ്വദിക്കാൻ പറ്റും. എന്നതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ട് ഉള്ളതും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ചേരുവ അരക്ഷിതത്വ ബോധമാണ്. നാളെ എന്ത് സംഭവിക്കും, എന്റെ ജോലി പോകുമോ, എന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമോ, എന്റെ ശരീരത്തിന് രോഗം വരുമോ, എന്റെ പ്രിയപ്പെട്ടവർ മരിക്കുമോ എന്നൊക്കെ ചിന്തകളാണ്, അരക്ഷിതത്വ ബോധമാണ്. ഈ അരക്ഷിതത്വ ബോധം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൈരേഖാശാസ്ത്രത്തെയും ജ്യോതിഷത്തെയൊക്കെ പലപ്പോഴും ആശ്രയിക്കുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതം, ജന്മമെടുക്കുന്ന ഏതൊരു ജീവിതവും കടന്നു പോകുന്ന വഴിയെ പറ്റിയാണ്, യാത്രയെ പറ്റിയാണ്. ഇവിടെ നമ്മൾ ദശരഥനിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രാമായണം വായിക്കുമ്പോൾ ദശരഥൻ ഭരിച്ചിരുന്നതായ കോസലത്തെ ഭരിക്കുന്നതായിട്ടുള്ള 3 പ്രധാന രാജാക്കന്മാരെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തേത് ദശരഥൻ, രണ്ടാമത്തേത് ഭരതൻ, മൂന്നാമത്തേത് ഭഗവാൻ രാമൻ. ഈ കോസലം ശരിക്കും നമ്മുടെ ഭൗതിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന സൂചികയാണ്. കോസലം എന്നതിലെ കാമത്തെയും കർമ്മത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യജീവിതം കാമപൂർത്തീകരണത്തെ കേന്ദ്രീകരിച്ചാണ്, അല്ലെ കർമ്മബന്ധിതമാണ്. എന്നത് നമുക്കറിയാവുന്ന പോലെ സസ്നേഹം, കൂടെയുള്ളത്. ഈ കർമ്മബന്ധിതമായിട്ടുള്ള ഘടകം, കാമബന്ധിതമായിട്ടുള്ള ഘടകം നമ്മുടെ കൂടെയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലീല എന്നതാണ്. ലീല എന്ന് പറഞ്ഞത് വിനോദകേളി എന്ന അർത്ഥത്തിലല്ല. നമുക്കറിയാം ഗൗരവമായിട്ടുള്ള കായിക വിനോദങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ അതിനെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഈ കേളിയുടെ അല്ലെങ്കിൽ ലീലയുടെ കളിയുടെ ഏറ്റവും വലിയ ചേരുവ ജയിക്കുന്നവനേക്കാളും തോക്കുന്നവനാണ് വീണ്ടും കളിക്കാൻ ആവേശം കാണിക്കുന്നത്. കാരണം അവൻ അല്ലെങ്കിൽ നിരാശയോടെ പിൻവാങ്ങേണ്ടി വരും. ഒരു ചെസ് കളിയെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക. ചെസ് കളിയുടെ അവസാനം മാത്രമേ ആരാണ് വിജയിക്കുന്നത് തോൽക്കുന്നതെന്ന് നിശ്ചയിക്കപ്പെടുന്നുള്ളൂ. വിജയിക്കുന്നവന് മാത്രമേ സന്തോഷം ലഭിക്കുന്നുള്ളൂ. സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മൾ വിജയിക്കണം. പക്ഷെ ഈ കളിയെ നയിക്കുന്നത്
ഒരു താരം ഒരു കളിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരാൾ ഈ കളിയിൽ അവസാനം ജയമോ തോൽവിയോ ഉണ്ടായാലും അദ്ദേഹം ഈ കളി അഭ്യസിക്കുന്നതും കളിയിലൂടെ കടന്നു പോകുന്നതും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധനാകുന്നതും കളി ജയത്തെക്കാൾ രസം തരുന്നതാണ്. ജീവിതം രസകരമായിട്ട് കൊണ്ടു നടക്കുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും പ്രാഥമികമായിട്ടുള്ള നിയോഗം. ജയിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. പക്ഷെ കളിയിലുടനീളം ലീലയിലുടനീളം നമ്മൾ രസം അനുഭവിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗം കൃത്യമായിട്ട് രാമായണം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കോസലം എന്നതിലേക്ക് ആഗ്രഹപൂർത്തീകരണത്തെയും ആഗ്രഹത്തിന്റെ പുറകെ നടക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ കൂടെയുള്ള ഘടകമാണതെന്ന് സൂചിപ്പിക്കുന്നു. ലീല ഇതൊരു വിനോദക്കേളി എന്ന പോലെയാണ് നമ്മൾ ജീവിതത്തിൽ അഭ്യസിക്കുന്നത്. ഇന്ന് പണമുണ്ടാക്കിയാൽ നമുക്ക് തികയില്ല, നാളെയും നമ്മൾ അതിന്റെ പുറകെ പോകും. ഇന്ന് നമ്മൾ പരാജയപ്പെട്ടാലും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. മരണം വരെയും നമ്മൾ കാമത്തിന്റെയും കർമ്മത്തിന്റെയും പിന്തുടരണം. ഒരു കളിയിൽ എന്നതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും പ്രചോദിതനായിട്ട് ആവേശഭരിതനായിട്ട് ആസക്തിയുള്ളവനെ പോലെ പിന്തുടരുന്നു. ഒരു കളിക്കാരൻ എങ്ങനെയാണോ ആസക്തി ഉള്ളത്, ഒരു കളിക്കാരൻ എങ്ങനെയാണോ കളിക്ക് അടിമയായിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ കാമവും കർമ്മവും പ്ലേ ചെയ്യുന്നത്. ഈ കാമവും കർമ്മവും പ്ലേ ചെയ്യുന്നതായിട്ടുള്ള ജീവിതത്തെ ഭരിക്കുന്നവനാണ് ദശരഥൻ. നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്ന തത്വത്തെയാണ് ദശരഥൻ വ്യക്തമാക്കുന്നത്. ദശരഥന്റെ ആദ്യകാല പേര് നേമി എന്നായിരുന്നു. ഈ നേമി എന്ന പദത്തിന്റെ ഡിക്ഷണറിയിലെ അർത്ഥം ചക്രം എന്നാണ്. ചക്ര സിംബോളൈസ് ചെയ്യുന്നത് പൗരാണിക ഭാരതീയ പാരമ്പര്യത്തിന്റെ അത് കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്, കാലചക്രം. അതുകൊണ്ടാണ് നമ്മൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലേക്ക് ചക്രം ചിത്രീകരിച്ചിരിക്കുന്നത് സൂര്യനോട് ബന്ധപ്പെട്ട കാലചക്രമാണ്. പക്ഷെ ബുദ്ധിസത്തിന്റെ കാലഘട്ടത്തിൽ ഈ ചക്രം സൂചിപ്പിച്ചിരിക്കുന്നത് ധർമ്മചക്രമാണ്. അതുകൊണ്ടാണ് അശോകന്റെ ചക്രത്തിലേക്ക് ധർമ്മചക്രം, അശോക ചക്രത്തിലേക്ക് ചക്രമായിട്ട് വരുന്നത് ധർമ്മചക്രമാണ്. താന്ത്രിക്കായിട്ടുള്ള വിദ്യാഭ്യാസത്തെ, യോഗിക്കായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ചക്രം എന്ന് പറയുന്നത് സൈക്കിക് എനർജി സെന്ററുകളാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അല്ല ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ 3 ഘടകങ്ങളാണ്. ജീവിതം തുടങ്ങുന്ന കാലഘട്ടത്തിൽ സമയമാണ് നമ്മുടെ പ്രധാന വിഷയം. സമയം പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അവസാനം സമയം പോയല്ലോ എന്ന് ഓർത്ത് ഖേദിക്കും. രണ്ടാമത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കർമ്മമാണ് അല്ലെങ്കിൽ നമ്മുടെ ധർമ്മചക്രമാണ്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സമയം ഉപയോഗിക്കുന്നത്. അവസാനം നമ്മൾ ചെയ്യാനുള്ളതല്ല ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് ദശരഥൻ സൂചിപ്പിക്കുന്നത് ഒന്നാമത് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്ന ഘടകത്തെയാണ് അത് വിശദീകരിക്കുന്നത്. ദശരഥൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ദേവാസുര യുദ്ധത്തിലെ ദേവന്മാരുടെ കൂടി യുദ്ധം ചെയ്യുമ്പോൾ തന്റെ രഥത്തെ 10 പോർമുഖങ്ങളിലേക്ക് ഒരേ സമയം തിരിച്ചു നിർത്തുന്നുണ്ടല്ലോ തന്റെ പ്രാവീണ്യത്തെ അംഗീകരിക്കലായിട്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് ലഭിക്കുന്നത്. ദശരഥൻ ഒരു ധർമ്മ രാജാവായതുകൊണ്ട് രാജാവ് എന്ന പദം സൂചിപ്പിക്കുന്നത് രാ എന്നത് രമിപ്പിക്കുന്നതാണ്, ജ എന്നത് ജയിപ്പിക്കുന്ന എന്ന സൂചനയാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ജീവിതം രസിപ്പിക്കുന്നതുമായിരിക്കണം, ജയിപ്പിക്കുന്നതുമായിരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു രാജാവായി വാഴണമെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെ ആകണമെങ്കിൽ ദശരഥന്റെ തത്വം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അതൊരു തുടർ യുദ്ധമാണ്. ദേവാസുരന്മാരുടെ യുദ്ധം ഒരു സമയത്ത് നടക്കുന്നതോ ഒരു മാസത്തേക്ക് നടക്കുന്നതോ ഒരു വർഷത്തേക്ക് നടക്കുന്നതല്ല. പുരാണങ്ങൾ പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഒരു യുദ്ധമാണെന്നാണ്. ആന്തരികമായിട്ട് മനസ്സിലാക്കേണ്ടത് അത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഏതൊരു സമയത്തും തുടരുന്ന ആന്തരിക യുദ്ധമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഈ സാഹചര്യത്തെ നമുക്ക് വേണമെങ്കിൽ നല്ല ചിന്തകൾ കൊണ്ട് നല്ല സമീപനം കൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. ഇതേ സാഹചര്യത്തെ നമുക്ക് വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ മനുഷ്യ മനസ്സിൽ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. നല്ലത് ചിന്തിക്കണോ, മോശം ചിന്തിക്കണോ, നല്ലത് കാണണോ, അതിലെ മോശം കാണണോ എന്നൊരു യുദ്ധമുണ്ട്. അപ്പോൾ ദേവപക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ നന്മയുടെ പക്ഷത്ത്, ശരിയുടെ പക്ഷത്ത്, അല്ലെങ്കിൽ ദേവത്വം എന്ന് പറയുന്നത് മഹത്വം പ്രകാശിപ്പിക്കുന്ന നിലപാടുകൾ എടുക്കേണ്ടി വരും. ദേവൻ എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തേജസ് ഉള്ളവൻ, തേജസ് പ്രകാശി. അപ്പൊ ഈ തേജസ് മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ മഹത്വം നമ്മുടെ വ്യക്തിത്വത്തിൽ ചേർക്കണം. ഒരു നിലപാടെടുക്കുമ്പോൾ കുറെ കാലങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴും നമ്മളെ തന്നെ നമ്മൾ അന്നെടുത്ത നിലപാടിനെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നണം, മതിപ്പ് തോന്നണം. നമ്മളെക്കുറിച്ച് നമുക്ക് മതിപ്പ് തോന്നണം. അതേസമയത്ത് അസുരത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരപാനം എന്ന് പറഞ്ഞാൽ മദ്യപാനമാണ്. മദ്യപാനത്തിന്റെ പ്രത്യേകത ഒരിക്കൽ ചെയ്താൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള പ്രേരണയുണ്ടാവും. അപ്പോൾ ആവർത്തിച്ച് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുന്ന എന്തും അസുരത്വത്തോട് ചേർന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ യുദ്ധം നമ്മളെ തന്നെ മതിപ്പുണ്ടാക്കുന്ന, പിന്നീട് ഒരു കാലഘട്ടത്തിൽ നമ്മളെ പറ്റി ഓർക്കുമ്പോൾ നമ്മളെ പറ്റി ബഹുമാനം തോന്നുന്ന ഒരു നിലപാട് ഇപ്പോൾ എടുക്കാൻ സാധിക്കുമെന്നാണ്. ഇതെടുക്കണമെങ്കിൽ ഈ 10 പോർമുഖങ്ങളിലേക്ക് നമ്മുടെ യുദ്ധസ്ഥലത്തെ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വിദേശത്തുള്ള ഒരു ജനവിഭാഗമല്ല, നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നമ്മുടെ അയൽവാസികളുമായിരിക്കും. അപ്പോൾ നമ്മൾ ആന്തരികമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. നമ്മുടെ നിലപാടുകൾ പലപ്പോഴും അവരുടെ നിലപാടുകളുമായിട്ട് ചേർന്ന് പോകണമെന്നില്ല. അപ്പോൾ നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും അവരെ വേദനിപ്പിക്കാത്ത ഒരു തന്ത്രം മെനയാനും വേണ്ടി നമ്മൾ യുദ്ധസ്ഥലത്തെ ജാഗ്രത പുലർത്തേണ്ടി വരുന്നുണ്ട്. ദശരഥൻ ഈ സന്ദേശം നമുക്ക് വളരെ വ്യക്തതയോടെ നമുക്ക് പകർന്നു തരുന്നുണ്ട്.
ഈ ദശരഥൻ്റെതായിട്ടുള്ള ഈ കാലഘട്ടം വിജയകരമായിട്ട് ഏതൊരു മനുഷ്യൻ പൂർത്തിയാക്കുന്നോ അവൻ അടുത്ത ഘട്ടത്തിലേക്ക് അഥവാ ഭരതൻ ഭരിക്കുന്നതായിട്ടുള്ള ജീവിത കാലഘട്ടത്തിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും കടന്നു പോകേണ്ട 3 കാലഘട്ടത്തെ പറ്റി അതിസൂക്ഷ്മതയോടെ വ്യക്തതയോടെ രാമായണത്തെ കഥാപാത്ര രൂപേണ അല്ലെ കഥാരൂപേണ വിശദീകരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്തത്തോളം കാലം രാമായണ വായന പൂർണ്ണമാകുമോ എന്ന് സംശയമുണ്ട്. ജനങ്ങളിലേക്ക് ആണ് അടുത്ത ജനകനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ സൂചിച്ച പോലെ രാമായണ വായനയിൽ ജനകനുള്ള പ്രാധാന്യം സീതയുടെ വളർത്തച്ഛനായിട്ടാണ് നമ്മൾ കാണുന്നത്. സീത വയലിൽ ഉഴുതുകൊണ്ടിരിക്കെ കണ്ടെടുത്തപ്പെടുന്ന ഒരു കുഞ്ഞായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ സീത ആരാണെന്ന് പറഞ്ഞാലേ ആ കഥാഭാഗത്തിന്റെ അർത്ഥഭംഗി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഭഗവാൻ രാമൻ പരമാത്മാവിന്റെ അവതാരമായിട്ട് കരുതപ്പെടുമ്പോൾ സീതയെ നമ്മൾ കാണേണ്ടത് ഈ പരമാത്മാവിന്റെ അവതാരമായ രാമൻ തന്റെ ധർമ്മ നിർവഹണത്തിന് വേണ്ടി പങ്കാളിയാക്കുന്ന വ്യക്തിത്വമാണ് സീത. സീത കണ്ടെടുക്കപ്പെടുന്നത് മണ്ണിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ്. സീത കഥാവസാനം അവരുടെ കഥയുടെ അവസാനം ഭൂമി പിളർന്നു പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഓരോ മനുഷ്യനും തന്റെ ശരീരം ഭൂമിയിൽ പിറവിയെടുക്കുകയും ഭൂമിയിലേക്ക് തന്നെ മരിച്ചു മൺമറങ്ങുകയും ചെയ്യുന്ന സംവിധാനമാണ് ശരീരം. അപ്പോൾ ഭഗവാൻ രാമൻ നമ്മളിലെ ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആത്മാവിന്റെ ഭൗതിക ജീവിതത്തിലെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിവാഹം കഴിക്കുന്ന ശരീരത്തെയാണ് സീത സൂചിപ്പിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ജന്മമെടുക്കുകയും ഭൂമിയിലേക്ക് തന്നെ മറഞ്ഞു പോവുകയും ചെയ്യുന്ന ശരീരത്തെയാണ് സീത സൂചിപ്പിക്കുന്നത്. നമ്മളിൽ ആത്മാവ് ജന്മമെടുക്കുമ്പോൾ ഭൗതിക ജീവിതത്തിലെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ധർമ്മ നിർവഹണത്തിൽ പങ്കാളിയായിട്ട് അഥവാ ധർമ്മപത്നിയായിട്ട് അഥവാ തൻ്റെ ധർമ്മ നിർവഹണത്തിൽ സഹധർമ്മിണിയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് ശരീരത്തെയാണ്. ഈ ശരീരം ജന്മമെടുക്കുമ്പോൾ, ശരീരം ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ ഈ ശരീരത്തെ വളർത്തുന്നത്, പരിപാലിക്കുന്ന തത്വത്തെയാണ് ജനകൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന തത്വം എന്ന് പറയുന്നത് മനസ്സാണ്. ജനകൻ എന്നതിന്റെ അർത്ഥം ജനിപ്പിക്കുന്നവൻ എന്നാണ്, ജന്മം നൽകുന്നവൻ എന്നാണ്. ഈ ജന്മം നൽകുന്നത് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ 10 മാസത്തിലൊരിക്കലോ അല്ല. ഉണർന്നിരിക്കുന്ന ഏതൊരു സമയത്ത് ജന്മം നൽകുന്ന രാജാവാണ് മനസ്സ്. മനസ്സ് തുടർച്ചയായി ചിന്തകളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തുടർച്ചയായി ചിന്തകളെ ജനിപ്പിക്കുന്ന മനസ്സിനെയാണ് ശരീരത്തിന്റെ വളർത്തച്ഛനായിട്ട് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വളർത്തച്ഛൻ ഒരു കുഞ്ഞിന് എന്തൊക്കെയാണ് വേണ്ടത്, അവന് ചേരുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞിന് ചേരുന്ന ഭക്ഷണം എന്തൊക്കെയാണ്, ആ കുഞ്ഞിന് ചേരുന്ന വസ്ത്രം എന്തൊക്കെയാണ്, ആ കുഞ്ഞിന് ചേരുന്ന ഉറക്കാനും വിശ്രമിക്കാനും ഉള്ള ഭവനം എങ്ങനെയുള്ളത് വേണം, ആ കുഞ്ഞിന് എന്തൊക്കെ വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെ അന്വേഷിക്കുന്നതാണ് വളർത്തച്ഛൻ. അപ്പോൾ മനസ്സ് ശരീരത്തെ ഒരു വളർത്താനുള്ള മകളെ പോലെയാണ് പരിപാലിക്കുന്നത്. ശരീരത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നു, ശരീരത്തിന് ചേരുന്ന വസ്ത്രങ്ങൾ കൊടുക്കുന്നു, ശരീരത്തിന് ചേരുന്നതായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്നു. ശരീരത്തിന് പ്രായപൂർത്തിയാകുമ്പോൾ, ലൈംഗിക ശേഷി കൈവരുമ്പോൾ, വിവാഹപ്രായം എത്തുമ്പോൾ മനസ്സ് അല്ലെങ്കിൽ രാജാവ് ആ ശരീരത്തിന് ചേരുന്ന ഒരു പങ്കാളിയെ കണ്ടെത്തുന്നു. നമ്മുടെ ശരീരം തന്നെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചേരുന്ന, നമ്മുടെ ശാരീരിക ജീവിതത്തിന് ചേരുന്ന ഒരു ഉന്നയെ കണ്ടെത്താൻ വേണ്ടി മനസ്സ് ആലോചന ചെയ്യുന്നു, മനസ്സ് പ്ലാൻ ചെയ്യുന്നു, മനസ്സിന് സാധ്യമായിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളും പരിശോധിക്കുന്നു. അത് വളരെ മനോഹരമായിട്ട് ജനങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ പറ്റിയാണ് ചിന്തകളെ നിരന്തരം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ മനസ്സാണ് നമ്മുടെ ആത്മാവുമായിട്ട് ശാരീരിക ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന വളർത്തച്ഛൻ. അതുകൊണ്ടാണ് ജനകനാണ് സീതയ്ക്ക് സ്വയംവരം നിശ്ചയിക്കുകയും ശ്രീരാമന് സീതയെ സഹധർമ്മിണിയായിട്ട് ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഒരാളുടെ ആന്തരിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സാണ് ഇതൊരുക്കേണ്ടത്. തൻ്റെ ഭൗതിക ജീവിതത്തെ ആത്മാവിന് ഭാര്യ പദവിയിലേക്ക് നയിക്കാൻ സന്നദ്ധമാകണമെന്ന്. നമ്മുടെ മനസ്സ് സന്നദ്ധമാകുന്നില്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് സാധിക്കില്ല. നമ്മള് ഭൗതിക ജീവിതം അതേപോലെ പിന്തുടരും. മനസ്സെപ്പോഴാണോ ആത്മാവിനെ പ്രണയിക്കാനും ആത്മാവിനെ പരിണയിക്കാനും അവസരം സൃഷ്ടിക്കുന്നത്, അപ്പോൾ ഭൗതിക ജീവിതത്തിന് അത് സാധ്യമാകും. ഇത് വാത്മീകി മഹർഷി സാധ്യമായ വിധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചതാണ്, ഈ ശരിക്കും ഇത് രണ്ടും ഈ 2 തലങ്ങളാണോ? ഒന്ന് ഭൗതിക തലവും ഒന്ന് ആത്മീയ തലവുമാണോ ദശരഥനിലൂടെയും പിന്നെന്താ ജനങ്ങളിലൂടെയും വരച്ചു വയ്ക്കുന്നതാണ്? തീർച്ചയായിട്ടും സരസ് പറഞ്ഞ പോലെ ദശരഥൻ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ചും അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തത തരുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ജനങ്ങൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും, മനസ്സ് സാറിന് അറിയാവുന്നത് പോലെ തന്നെ അറിവുകളെ ശേഖരിക്കുന്നതും അറിവുകളെ സംസ്കരിക്കുന്നതും അറിവുകളെ പ്രകാശിപ്പിക്കാനും ഉപകരണമാകുന്നതും മനസ്സാണ്. അതായത് ക്രമചന്ദ്രങ്ങളിൽ ഒന്നിനെ ജനകനായിട്ടും ഒന്നിനെ ദശരഥനായിട്ടും കാണാൻ പറ്റും, വിശദീകരിക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ
ഇതിങ്ങനെ വായിക്കണമെന്ന ഒരു നിർബന്ധങ്ങളുമല്ല. കാരണം എൻ്റെ നിരീക്ഷണം അനുസരിച്ച് മഹാത്മാക്കൾ എഴുതി വെച്ചിരിക്കുന്ന ഏതൊരു കാര്യവും ജീവിതത്തോടോ അറിവുകളോടോ ബന്ധപ്പെട്ട ഏതൊരു പ്രതലത്തിലും നമുക്ക് ഉപയോഗിക്കാൻ തക്കവിധം പ്രാപ്തമാണത്. അത് നമ്മൾ പറഞ്ഞു, ഭൗതികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും നമുക്കത് തീർച്ചയായിട്ടും 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 തീർച്ചയായിട്ടും